സോമേട്ടനെ സ്നേഹിച്ച പോലെ മറ്റ് ഒരാളെ സിനിമയിൽ ഞാൻ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. വന്നുടനെ തന്നെ എന്നോട് പറഞ്ഞെന്നറിയാം, എടാ ആ കാലം ഞെക്കിക്കേ. പുള്ളിക്ക് എന്താ വെച്ചിട്ടെങ്കിൽ ആ അധികാര സ്നേഹത്തിന്റെ അധികാരം കാണി, ആ കാലം ഞെക്കിക്കേ. പാട്ട് വലിയ ഇഷ്ടമുള്ളത് ആണോ? പാടുമായിരുന്നു. പാടുമായിരുന്നോ? സന്യാസിനി എന്നൊക്കെ പറഞ്ഞ പാട്ട് മനോഹരമായിട്ട് പാടും. ഹി വാസ് എ മ്യൂസിക് ലവർ. വലിയ ഇഷ്ടം പോലെ കേൾക്കുമായിരുന്നു പാട്ട്. ഓർമ്മയിലെന്നും 1970കളുടെ തുടക്കം. മലയാള സിനിമ നവഭാവുകത്വങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്ന സമയം. അന്ന് അരങ്ങിനെയും സിനിമയെയും കലയെയും എല്ലാം ഒരുപാട് സ്നേഹിച്ച ഒരു എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ മോളിവുഡിന്റെ റൺവേയിലേക്ക് ലാൻഡ് ചെയ്തു. ഗായത്രി എന്ന അരങ്ങേറ്റ ചിത്രം മുതൽ മലയാളികൾ അന്നോളം അടക്കിവെച്ച അമർഷങ്ങളുടെയും ആസക്തികളുടെയും അഭ്രരൂപമായി മാറിയ ആ ചെറുപ്പക്കാരൻ 70കളുടെ അവസാനത്തോടുകൂടി മലയാള സിനിമയുടെ താരനായകനായി മാറി. വീതിയുള്ള കൃതാവ്, ചോര ചുവപ്പാർന്ന കണ്ണുകൾ, പിൽക്കാലത്ത് തലമുറകൾ അനുകരിച്ച നീട്ടിയും കുറുക്കിയുമുള്ള സംഭാഷണ ശൈലി. നായകനായും പ്രതിനായകനായും 24 വർഷം നീണ്ട ആ കരിയറിന്റെ അവസാന കാലത്ത് ആനക്കാട്ടിൽ ഈപ്പച്ചൻ എന്ന ഗംഭീര കഥാപാത്രം അവിസ്മരണീയമാക്കി. കാലം നേരിട്ടിടപെട്ട ആ കാസ്റ്റിംഗ് കണ്ട് കണ്ണീരടക്കി കൈയടിച്ച് നമ്മൾ അന്ത്യാഭിവാദനം നൽകിയ അനശ്വര ചലച്ചിത്ര താരം മണ്ണടിപ്പറമ്പിൽ ഗോവിന്ദ പണിക്കർ സോമശേഖരൻ നായർ. ഓർമ്മയിൽ എന്നും MG സോമൻ. പക്ഷെ അവളൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കിലോ, ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിലോ. എനിക്ക് ദോഷം വരുമെന്ന് കണ്ടാൽ കൊല്ലാനും കുഴിച്ചു മൂടാനും മടിയുള്ള ആളല്ലേ. കൽപ്പാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ. നേരാ തിരുമിനി, ഈ പച്ചൻ പള്ളിക്കുടുത്ത് പോയിട്ടില്ല. മരം വെട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ. മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരുവന്റെ അവസാനത്തെ ആഗ്രഹം നടത്തി കൊടുക്കേണ്ടത് ഒരു ജയിൽ സൂപ്രണ്ടിന്റെ ഡ്യൂട്ടിയാണ്. എന്റെ ജന്മം നീയെടുത്ത്. താൻ ഇന്ന് വന്ന ആളാ അല്ലേ? വടക്കുള്ളവും പൂണൂലിട്ട് വന്ന് ഇറങ്ങുമ്പോ തെക്കുള്ളവും മേമുണ്ടഴിച്ച് അരേക്കെത്തി ഓച്ചാനിച്ചു പിടിച്ച് നിന്നല്ലേ പറ്റൂ. ഗായത്രിയിൽ വരുമ്പോ സോമേട്ടൻ ഒരു പുതുമുഖായിരുന്നല്ലോ, ഒന്ന് പറഞ്ഞു കൊടുത്തു സാർ. സമ്മതിച്ചു, ഞങ്ങൾ ഒന്ന് എടുത്തോട്ട്. വെണ്ണയോ വെണ്ണിലാവുറഞ്ഞതോ ഓർമ്മയിലെന്നും. സോമേട്ടന്റെ ദീപ്തമായ ഓർമ്മകളുമായി നമ്മുടെ മുന്നിലേക്ക് ഇന്ന് ആദ്യം എത്തുന്നത് എടുപ്പിലും നടപ്പിലും എഴുത്തിലും ഫയർ ബ്രാൻഡായ ഒരു മനുഷ്യൻ, തിരശീലയ്ക്ക് തീ പിടിപ്പിച്ച എഴുത്തുകാരൻ. നേരത്തെ പറഞ്ഞതുപോലെ സോമേട്ടന്റെ 24 വർഷത്തെ സിനിമാ കരിയർ എടുത്തു നോക്കുമ്പോൾ മലയാളിക്ക് ആദ്യം ഓർമ്മ വരുന്ന ആനക്കാട്ടിൽ ഈപ്പച്ചൻ എന്ന കഥാപാത്രത്തെ അദ്ദേഹത്തിന് സമ്മാനിച്ച ചലച്ചിത്ര പ്രവർത്തകൻ. ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട രഞ്ജി പണിക്കർ. ചേട്ടാ നമസ്കാരം. ഓർമ്മയിലെന്നും എന്നുള്ള പേരുള്ള ഈ പരിപാടിയിൽ സോമേട്ടൻ്റെ ഒരു എപ്പിസോഡ് ചെയ്യുമ്പം അദ്ദേഹത്തിന്റെ വലിയ 24 വർഷം നീണ്ട ഒരു കരിയറിൽ മലയാളിയോട് പെട്ടെന്ന് ഒരു കഥാപാത്രം പറയാൻ പറഞ്ഞാൽ ഇപ്പോഴേറ്റവും പെട്ടെന്ന് ഓർത്തു പറയുക ആനക്കാട്ടിൽ ഈപ്പച്ചൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. ഒരുപാട് നായക കഥാപാത്രങ്ങളും പ്രതിനായക കഥാപാത്രങ്ങളും ഒക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിലും മലയാള സിനിമയിൽ ഒരു അച്ഛൻ കഥാപാത്രം ഇത്ര ബോൾഡായി, ഇത്രയും സ്ട്രോങ് ആയി, ഇത്രയും പിന്നീട് ആളുകൾ കാലാതീതമായി എടുത്തു പറയുന്ന പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല എന്ന് പറയുന്ന ഡയലോഗ് ഉൾപ്പെടെ പറഞ്ഞ ഒരാളാണ്. എത്ര പേജ് ഉണ്ടായിരുന്നു ആ ഡയലോഗുകൾ അദ്ദേഹത്തിന്? എൻ്റെ ഈ സ്ക്രിപ്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡാണ് പൊതുവെ ഹെവി. നമ്മൾ സിനിമയിൽ കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ ഡയലോഗ് വളരെ ഹെവി ആയിട്ട് തോന്നുമെങ്കിൽ അതിനേക്കാൾ ഹെവിയാണ് സ്ക്രിപ്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് പേജസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ആ സീൻ ഒരു 10, 50, 60 പേജ് ഉണ്ടാവും. അത് ആദ്യം അന്ന് ഒരു 4-5 പേജ് രാവിലെ എഴുതി കൊടുത്തു. ഞാൻ മിക്കവാറും അതിൻ്റെ ഒരു ഫൈനൽ ഷേപ്പിലുള്ള ഒരു സ്ക്രിപ്റ്റിലേക്ക് എഴുതി എത്തുന്നത് ഷൂട്ട് നടക്കുമ്പോഴാണ്. അപ്പോൾ സോമേട്ടനോട് രാവിലെ ആദ്യത്തെ ഒരു 3-4 പേജ് കാണിച്ചു കൊടുത്തപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇങ്ങനെ പതുക്കെ ഓരോ പേജായിട്ട് വരികയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ സോമേട്ടന് ദേഷ്യം വന്നു. എന്തുകൊണ്ടാണ് ഇത് എത്ര നേരമായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇതിന് മാത്രം ഡയലോഗ് എങ്ങനെ പറയുമെന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കി എൻ്റെ അടുത്ത്. ഈ ഡയലോഗ് സോമേട്ടൻ അങ്ങനെയാണല്ലോ. സോമേട്ടൻ
ഈ വഴക്കുണ്ടാക്കാൻ ഒരു കാരണം നോക്കിയിരിക്കും രാവിലെ. ആ. അപ്പൊ സ്നേഹമുള്ളവരോടാണെങ്കിൽ ഏറ്റവും ഗംഭീരമായിട്ട് വഴക്കുണ്ടാക്കും. അപ്പൊ ഞാൻ ഇത് പറഞ്ഞേ പറ്റുള്ളൂ. ഇപ്പൊ തന്നാൽ ഞാൻ അങ്ങനെ കാണാൻ പഠിച്ചു പറയും. ഞാൻ ഇതൊക്കെ കാണാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണല്ലോ വന്നിരിക്കുന്നത്, അല്ല പിന്നെ MG സോമനെ എന്തിനാ വിളിക്കുന്നത്? അങ്ങനെ ആണ് അത് പറഞ്ഞത്. അതോ അന്നൊക്കെ ഫിലിമല്ലേ, റീടേക്കുകൾ എടുത്താല് സോമേട്ടന് അങ്ങനെ റീടേക്ക് ഒന്നും വേണ്ടി വരില്ല. ഇത് വഴക്കുണ്ടാക്കാൻ വേണ്ടി പറയുന്ന. സോമേട്ടൻ ഇത് വായിച്ചു കഴിഞ്ഞാൽ ഡയലോഗ്, ഒന്നാമത് നാടകത്തിന്റെ ഒരു വലിയ പരിശീലനം സിദ്ധിച്ച നടനാണ്. അപ്പോൾ സ്റ്റേജിൽ നിന്ന് വരുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഡയലോഗ് കാണാതെ പഠിക്കുക എന്നുള്ളതെന്ന് പറയുന്ന വലിയൊരു പ്രയത്നമാണ്. അപ്പൊ കൊണ്ട് കൊടുക്കുന്നോണ്ടാ കൊണ്ട് കൊടുത്താൽ ചീത്ത വിളിച്ചിട്ട് പഠിക്കും. പഠിക്കുകയും അങ്ങനെ ഒരുപാട് ടേക്കൊന്നും വേണ്ടി വരില്ല. ഒന്നാമത് എനിക്ക് തോന്നുന്നു സോമേട്ടൻ അത്ര ഗംഭീരമായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. അത്രയധികം അത് ഹൃദയത്തിലേക്ക് അദ്ദേഹം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ പറയാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ടേക്കുകളുടെ എണ്ണം കൂടിയിട്ടൊന്നുമില്ല. അന്ന് ശാരീരികമായി ചെറിയൊരു അവശത അദ്ദേഹത്തിന് തോന്നി തുടങ്ങിയിരുന്ന കാലമാണ്. ഒരു രോഗാവസ്ഥ പ്രകടമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരത്തിലും പ്രത്യേകിച്ച് കണ്ണിലുമൊക്കെ. അതൊരുപക്ഷെ ആ കഥാപാത്രത്തിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ പിന്നീട് നമ്മളെയൊക്കെ ഒരുപാട് ദുഃഖിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് വേദനിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ സിനിമ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സിനിമയാവുന്നു. ആനക്കാട്ടിൽ ഈപ്പച്ചൻ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കഥാപാത്രമാവുന്നു എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്ത അനുഭവം കൂടിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം. രഞ്ജേട്ടൻ എന്ന എഴുത്തുകാരന്റെ ഒരു ഫിലിം കരിയർ പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഏകലവ്യനും സ്ഥലത്തെ പ്രധാന പയ്യൻസ് ഒഴിച്ച് ബാക്കി എല്ലാ പടത്തിലും, അതുവരെയുള്ള എല്ലാ പടത്തിലും എനിക്ക് തോന്നുന്നത് തലസ്ഥാനം മുതലുള്ള എല്ലാ സിനിമയിലും ബാക്കി എല്ലാ സിനിമകളിലും സോമേട്ടൻ ഉള്ളിടത്തോളം കാലമുള്ള എല്ലാ സിനിമകളും എഴുതുന്നുണ്ട്. അതൊരു വ്യക്തിബന്ധത്തിന്റെ കൂടെയാണത്. അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കുമായിരുന്നില്ല. സോമേട്ടനെ നമ്മൾ ഭയങ്കരമായിട്ട് സ്നേഹിച്ചു പോകും. സോമേട്ടനെ സ്നേഹിച്ച പോലെ മറ്റ് ഒരാളെ സിനിമയിൽ ഞാൻ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. അത്രയധികം സ്നേഹിക്കുകയും അത്രയധികം ബഹുമാനിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ആ കാലത്ത്. സോമേട്ടനും അങ്ങനെയാണ്. സോമേട്ടൻ സ്നേഹിക്കുമ്പോൾ സോമേട്ടൻ നിങ്ങളെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന് അനുഭവിച്ച ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ എല്ലാവരെയും ഒരേ അളവിൽ സ്നേഹിക്കുന്ന ആളായിരുന്നു സോമേട്ടൻ. അപ്പോൾ അതുകൊണ്ട് അതൊരു സവിശേഷ വ്യക്തിത്വം എന്ന് തന്നെ വേണം പറയാൻ. ഈ സീൻ എടുക്കുമ്പോൾ ഞാൻ മറ്റേതോ ഒരു ഇന്റർവ്യൂവിൽ രഞ്ജേട്ടൻ പറഞ്ഞിട്ടുള്ള, അതായത് അദ്ദേഹം പിണങ്ങി കുറച്ചു നേരം മാറിയെന്നു എന്നൊക്കെ പറയുന്നു ഉണ്ടായിട്ടുള്ളതാണോ? അത് ഡബ് ചെയ്യുമ്പോഴാ ഇതേ ഡയലോഗ്, അതായത് സീനിൽ വളരെ ഗംഭീരമായിട്ട് അദ്ദേഹം പറഞ്ഞു വെച്ച ഡയലോഗുകൾ ഡബ് ചെയ്യാനായിട്ട് അന്ന് ജോയ് തിയേറ്ററിലാണ്. സതീഷ് സാറാണ് അന്നത്തെ എഞ്ചിനീയർ. അദ്ദേഹവും ജീവിച്ചിട്ടില്ല. ഇത് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ ദേഷ്യം വരും. എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു അങ്ങനെ പറയാം, അങ്ങനല്ലേ പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ പറയാം. അതെനിക്ക് ഡബ് ചെയ്യുമ്പോൾ അങ്ങനെ പറയാൻ പറ്റത്തില്ല, അങ്ങനെ പറഞ്ഞേ പറ്റുള്ളൂ. എന്നാൽ നീ ഒന്ന് കാണിക്കുന്നു പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി വെളിയിൽ പോയിരിക്കും. അവിടെ ഒരു ചെറിയ ലോബി ഉണ്ട്. ഞാനും അവിടെ പോയിരിക്കും. ഞാൻ മിണ്ടത്തില്ല. കുറച്ച് കഴിയുമ്പോൾ സ്വെറ്റർ വേണോ? സോമേട്ടൻ തന്നെ അത് പാച്ചപ്പ് ചെയ്യും. അപ്പൊ ഈ പിണക്കങ്ങൾ എനിക്ക് തോന്നുന്നു അദ്ദേഹവുമായിട്ടുള്ള ബന്ധത്തിൽ ഉടനീളം അദ്ദേഹവുമായി അടുപ്പമുള്ള എല്ലാ ആളുകൾക്കും ഉണ്ടായിട്ടുണ്ട്. പിണങ്ങി ഇറങ്ങിപ്പോവും. കുറച്ച് കഴിഞ്ഞ് സോമേട്ടൻ തന്നെ ഒരു ബാടാ ചെയ്യാം. ഒരു പരിധിവരെ ഈ പിണക്കങ്ങൾ എന്ന് പറയുന്നത് വളരെ ആരോഗ്യപരമായതും നല്ല സൗഹൃദത്തിന്റെ ഒക്കെ ലക്ഷണമായിട്ടും തോന്നുന്നതാണ് ഇത്തരത്തിലുള്ള പിണക്കങ്ങൾ. അതിനുണ്ടാകുന്ന ഒരു ക്രിയേറ്റിവിറ്റി, അതിനുശേഷം ഉണ്ടാകുന്ന പ്രൊഡക്റ്റുകൾ അതിന് നമുക്ക് മലയാളികൾക്ക് തന്നിട്ടുള്ളത് ഇത്ര കാലം കഴിഞ്ഞാലും ഓർക്കുന്ന. നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഒരു സീനിനെ പറ്റി ഇത്ര കാര്യങ്ങൾ രഞ്ജേട്ടൻ പറയുമ്പം നമ്മളൊന്നും തിരശ്ശീലയ്ക്ക് പിന്നിൽ കണ്ടിട്ടില്ലാത്ത കുറെ മനോഹരങ്ങളായ ഓർമ്മകളാണ്. നമുക്ക് കൂടുതൽ ഓർമ്മകളെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് രഞ്ജേട്ടൻ. രഞ്ജേട്ടൻ ഞാനിപ്പോ പറഞ്ഞു എഴുതിയ 80% സിനിമകളിലും സോമേട്ടൻ ഉണ്ടെന്നല്ല. അതെ അതെ. സിനിമയ്ക്ക് മുമ്പ് രഞ്ജേട്ടൻ ഒരു ഇല്ലെങ്കിലും ചീത്ത വിളിക്കും. ഞാനില്ലേ ഈ സിനിമയിൽ ഇല്ലെങ്കിൽ അതുകൊണ്ട് ഞാൻ ചോദിക്കാൻ വന്നത്, ഈ സിനിമയ്ക്ക് മുമ്പ് രഞ്ജേട്ടൻ ഒരു പത്രപ്രവർത്തകന്റെ കാലഘട്ടമുണ്ട്. പത്രപ്രവർത്തകൻ എന്ന് പറയുമ്പോഴും സിനിമാക്കാരുമായിട്ട് കാണാനും സംസാരിക്കാനും ഒക്കെ ഒരുപാട് ഭാഗ്യം ലഭിക്കുന്ന ഒരു ജോലിയാണ്. ആ കാലഘട്ടത്തിൽ സോമേട്ടനെ കണ്ടിട്ടുണ്ടോ, വേണ്ടിയിട്ടുണ്ടോ, പരിചയപ്പെട്ടിട്ടുണ്ടോ? പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്കാണ് ഞാൻ സോമേട്ടനെ പരിചയപ്പെടുന്നത്. ഏത് ലൊക്കേഷനാണെന്ന് എനിക്ക് കൃത്യം ഓർമ്മയില്ല. ഊട്ടിയിലാണ്. ഞാൻ റിപ്പോർട്ടറായിട്ട് അവിടെ ചെല്ലുന്നു. സോമേട്ടനെ കാണുന്നു. സോമേട്ടൻ കാണുമ്പോൾ തന്നെ സ്നേഹം തുടങ്ങുമല്ലോ, സ്നേഹിച്ചു തുടങ്ങും. അങ്ങനെ പരിചയപ്പെട്ടു. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം ഒരേ ഹോട്ടലിലാണ് താമസിക്കുന്നത്. അന്ന് ഈ ഹോട്ടൽ ഫെസിലിറ്റീസൊക്കെ കുറവുള്ള സ്ഥലങ്ങളിൽ മിക്കവാറും ഒരേ സ്ഥലത്ത് താമസിക്കും. അപ്പോൾ ഞാൻ റൂമിൽ ചെന്ന് ഒരു 7-8 മണിയായി കാണും. അവിടെ ലൈറ്റ് പോയി കഴിഞ്ഞപ്പോൾ ഷൂട്ട് കഴിഞ്ഞു. 8 മണിയായപ്പോൾ വാതിലിൽ ഒരു മുട്ട് തുറന്നപ്പോൾ സോമേട്ടനാണ്.
ബാ. ഞാൻ പറഞ്ഞില്ല, ഞാൻ വന്ന് ഒന്ന് സെറ്റ് ആവട്ടെ. അല്ല ബാ, നമുക്ക് ഓരോന്ന് കഴിക്കാം. അപ്പോൾ ഞാനങ്ങനെ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ടുള്ള യാത്രകളിൽ കഴിക്കാറില്ല എന്ന് പറഞ്ഞു. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു സിനിമ വൃത്തങ്ങളിൽ അത്തരം സൽക്കാരങ്ങളിൽ പങ്കെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന ഒരു കാലമാണ്, പത്രപ്രവർത്തകനായതുകൊണ്ട്. അതിൻ്റെ ഒരു നിഷ്ഠ, ഒരു ബലം പിടുത്തമുള്ളതുകൊണ്ട്. പക്ഷെ സോമേട്ടൻ്റെ മുന്നിൽ നമ്മൾ ആദ്യമായിട്ടത് അടിയറവ് വയ്ക്കുകയാണ്. എന്നെ പിടിച്ച് പല ഈ തണുപ്പത്ത് പിന്നെ ഒരെണ്ണം അടിക്കാതെ അങ്ങനെ ഇരിക്കുന്ന വിളിച്ചുകൊണ്ട് പോയി അവിടെ തുടങ്ങുകയാണ്. അതിനുശേഷം പല ലൊക്കേഷനുകളിൽ കാണും. അപ്പോൾ എൻ്റെ വീട് ആലപ്പുഴയാണ്, നെടുമുടിക്കാരനാണ്, ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. പിന്നെ ഒരു ദിവസം ഞാൻ വീട്ടിൽ ചെല്ലുമ്പം അമ്മ പറഞ്ഞിടാ MG സോമൻ വന്നിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു അതെങ്ങനെ? അന്ന് ഈ ഫോണൊന്നും ഇല്ലല്ലോ. എടാ നിൻ്റെ വീട്ടിൽ ഞാൻ പോവുകയാണ്, അല്ലെ നിൻ്റെ വീട്ടിൽ ഞാൻ പോയിരുന്നു എന്നൊന്നും പറയാനില്ലല്ലോ. ആലപ്പുഴയുള്ള എൻ്റെ വീട്ടിൽ പോയി. അന്ന് അച്ഛനും അമ്മയൊക്കെ വീട്ടിലുള്ള ദിവസമാണ്, ജോലിയില്ലാതെ ഒഴിവുള്ള ദിവസമാണ്. ചെന്നു, പരിചയപ്പെട്ടു. സോമേട്ടനെ അങ്ങോട്ട് പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ. അവർക്ക് വലിയ അത്ഭുതമായി. കാരണം ഞാൻ ഇതിലെ പോയപ്പോൾ അവൻ്റെ വീട് ആ സമയത്ത് ഞാൻ വെറും ഒരു പത്രപ്രവർത്തകൻ മാത്രമാണ്. ആ ചെറിയ മേൽവിലാസമേ എനിക്കുള്ളൂ. അവിടെ വീട്ടിൽ പോയി എൻ്റെ അച്ഛനെയും അമ്മയും കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ കയറി ഏതോ യാത്രയുടെ ഇടയ്ക്കാണ്, ആലപ്പുഴ എന്തോ ഷൂട്ടിന് വന്നാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് സോമേട്ടൻ ഈ ഒരു ആധിപത്യം സ്ഥാപിച്ചെടുക്കുന്നത്. സ്നേഹം കൊണ്ട് നമ്മളുടെ മേൽ സമ്പൂർണമായ ഒരു അധീശത്വം സ്ഥാപിച്ചെടുക്കും. പിന്നെ എൻ്റെ മക്കൾ അന്ന് പഠിക്കുന്നത് ചെങ്ങന്നൂരാണ്, എൻ്റെ വൈഫിൻ്റെ വീട്ടിലാണ് അവർ താമസിച്ച് പഠിക്കുന്നത്. അപ്പോൾ തിരുവല്ലയിൽ നിന്ന് ചെങ്ങന്നൂർ വലിയ ദൂരമില്ലല്ലോ. എനിക്കൊന്ന് സോമേട്ടൻ്റെ വീടിൻ്റെ അവിടുന്ന് എൻ്റെ വീട്ടിലേക്ക് ഒരു 10 കിലോമീറ്ററിൽ താഴെയുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ നേരെ വീട്ടിൽ പോയി. സോമേട്ടൻ വെറുതെ ഇരിക്കുന്ന ദിവസം കാറെടുത്ത് വീട്ടിൽ പോയി എൻ്റെ മക്കളെ രണ്ടുപേരെയും കയറ്റി ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചെടുത്ത് തിരിച്ചു വരും. ഇത് ഞാൻ പറയുന്നത്, ഞാൻ അങ്ങനെ ഒരു സോമേട്ടൻ്റെ പരിഗണനയിലോ ഒരു കെയറിലോ വരേണ്ടുന്ന തരത്തിൽ ഏതെങ്കിലും സ്ഥാനത്തുള്ള ഒരാളല്ല. അങ്ങനെ ഒരാളുടെ ഒരു അകാരണമായ സ്നേഹം അല്ലേ? എനിക്ക് തോന്നുന്നത് അത് സോമേട്ടന് ഒരുപാട് ആളുകളോടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഒരുപാട് ആളുകളെ സോമേട്ടന് ചുറ്റും കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ സോമേട്ടൻ നിൽക്കുന്ന ഒരു തട്ടിന് വളരെ താഴെ, ഒരുപക്ഷെ തൊഴിൽപരമായിട്ട് അല്ലെങ്കിൽ സ്റ്റാർഡം കൊണ്ടൊക്കെ നിൽക്കുന്ന ഒരു അഗണ്യർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്ന ആളുകളെ പോലും ചെന്ന് കാണുകയും അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്നാൽ അവരെയൊക്കെ വിളിച്ചു വരുത്തുകയും സൽക്കരിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ, ചില ആളുകൾ സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അവർക്ക് അതൊരു വലിയ സന്തോഷം. അതൊരു പ്രിവിലേജാണ്. സ്നേഹിക്കുക എന്ന് പറയുന്ന ഒരു പ്രിവിലേജാണ്. ഇപ്പോൾ സോമേട്ടൻ്റെ 25ാം ചരമവാർഷികത്തിൻ്റെ അന്ന് കമലഹാസൻ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം മുടക്കി ഹെലികോപ്റ്റർ ചാർട്ടർ ചെയ്ത് കേരളത്തിൽ വന്ന്, കൊച്ചിയിൽ വന്ന് ഹോട്ടലിൽ റൂം എടുത്തിട്ട് ഒരു പറ്റം അംഗരക്ഷകർക്കൊപ്പം, ഇവരുടെ മുഴുവൻ അകമ്പടിയോടുകൂടി അദ്ദേഹം ആ പരിപാടിയിൽ വന്ന് പങ്കെടുത്തിട്ട് പോയി. അത് സ്നേഹം കൊണ്ട് മാത്രം പിടിച്ചു പറ്റാം. അത് സ്നേഹം കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ചിലപ്പോൾ കമലഹാസനെ പോലൊരു നടനെ നമ്മൾ പണം കൊടുക്കാമെന്ന് പറഞ്ഞാലോ, ഡേറ്റ് എടുക്കണമെന്ന് പറഞ്ഞാലോ. അദ്ദേഹത്തിന് സോമേട്ടന്റെ പേരിലുള്ള ആദ്യത്തെ ആ ഫൗണ്ടേഷന്റെ ആദ്യത്തെ അവാർഡ് കൊടുത്തു. ആ തുകയും കൂടെ അദ്ദേഹം ആ ഫൗണ്ടേഷൻ സംഭാവന ചെയ്തിട്ടാണ് പോയത്. ഈ പറയുന്ന ഒരു ഇവന്റ് എന്ന് പറയുന്നത് ഒരു മനുഷ്യനോട് മറ്റു മനുഷ്യർക്കുണ്ടാകുന്ന സ്നേഹത്തിന്റെ 25 വർഷത്തിന് ശേഷം കമലഹാസൻ അദ്ദേഹത്തെ എത്രയധികം ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ കമലഹാസന് വളരെ തിരക്കുള്ള സമയമാണ്, അദ്ദേഹത്തിൻ്റെ ഏതോ ഷൂട്ട് നടക്കുന്ന സമയമാണ്. ഒരാൾ മരിച്ച് 25 വർഷത്തിന് ശേഷം അതേ തീവ്രതയോടുകൂടി ആ ആളെ സ്നേഹിക്കണമെങ്കിൽ ആ ആൾ എന്തായിരുന്നിരിക്കണം. 25 വർഷങ്ങൾ കഴിഞ്ഞ് കാലം വീണ്ടും മുന്നിലേക്ക് വന്നിട്ടും ഇന്ന് നമ്മൾ ഇതുപോലെ ഒരു പരിപാടി ചെയ്യുന്ന സമയത്ത് ഇപ്പം ഞാനത് മനസ്സിലാക്കുന്നത്, നമ്മൾ ഈ പരിപാടിയിൽ ഓർമ്മിക്കുന്ന ആളുകളുണ്ടല്ലോ, ആ ആളുകളെ കുറിച്ച് പറയാൻ നമ്മൾ ആളുകളെ അപ്രോച്ച് ചെയ്യുമല്ലോ. അപ്പോൾ ആ ആളോട് ഈ വരുന്ന ആളുകൾക്ക് എന്ത് സ്നേഹമുണ്ടെന്ന് അവരുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവും. ഇതൊരു വലിയ വ്യാവസായികമായിട്ട് അല്ലെങ്കിൽ വാണിജ്യമായിട്ട് ചെയ്യാവുന്ന ഒരു പരിപാടിയല്ല. ഇതിനകത്ത് ഒരു ഇമോഷന്റെ ഘടകമുണ്ട്. അത് നമുക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു പരിപാടി കൂടിയാണിത്. ഇപ്പൊ രഞ്ജേട്ടൻ ഇവിടെ വന്ന് ഇത്രയും കഥകൾ പറയുമ്പം സോമേട്ടന്റെ സമകാലീനനായ, സോമേട്ടനോടൊപ്പം ഒരുപാട് ചിത്രങ്ങൾ ചെയ്തിട്ടുള്ള, സോമേട്ടനുമായിട്ട് വളരെയധികം ആത്മബന്ധവും വ്യക്തി സൗഹൃദങ്ങളും ഇതുപോലെ തന്നെയുള്ള ഒരാളോട് വളരെ സാമ്യമുള്ള, ഈ പറഞ്ഞ പോലെ സ്നേഹം കൊണ്ട് കീഴടക്കുന്ന ആള് തന്നെയാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത് ഒരാള്. അങ്ങനെ ഒരാളെ കൂടെ ഞാൻ ഈ പരിപാടിയിലേക്ക് വിളിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. സോമേട്ടനെ പോലെ ഒരു അനശ്വര നടനെ കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്യുമ്പം
അദ്ദേഹം ഒരു ആപ്റ്റ് പേഴ്സൺ ആണ് നമ്മളോട് അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഹൃദയപൂർവ്വം ബഹുമാനപൂർവ്വം ഓർമ്മയിലെന്നും എന്ന് പറയുന്ന ഈ പരിപാടിയുടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മലയാള സിനിമയിൽ പതിറ്റാണ്ടുകളായി തന്റേതായ ഒരു ഇടം ഉറപ്പിച്ചിരിക്കുന്ന, മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട നിരവധി കഥാപാത്രങ്ങളിലൂടെ നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്ന അഭിനേതാവ് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, പ്രിയപ്പെട്ട ജനാർദ്ദനൻ ചേട്ടൻ. ചേട്ടാ നമസ്കാരം. ഇപ്പം രഞ്ജേട്ടൻ ഇങ്ങനെ സോമേട്ടന്റെ ഒരു സൗഹൃദങ്ങളെ കുറിച്ചും ഒരു വാക്ക് രഞ്ജേട്ടൻ പറഞ്ഞത് സ്നേഹാധിപത്യം എന്നുള്ളതാണ്. സ്നേഹം കൊണ്ടൊരു ആധിപത്യം സൃഷ്ടിക്കുക എന്ന് പറഞ്ഞിരുന്നു. സോമേട്ടനാണോ ജനുവേട്ടനാണോ ആദ്യം സിനിമയില്? 72 ഞാൻ കയറുന്നു. ആ ആദ്യത്തെ കഥ എന്ന് പറയുന്നത് KS സേതുമാധവ സാറിന്റെ പടത്തിലാണ്. ആ അതിനുശേഷം ഞാൻ ചായം എന്ന് പറഞ്ഞ ഇവിടെ ചെയ്തു. അത് കഴിഞ്ഞ് ഉള്ള പടം അവിടെ ഗായത്രി, അത് 74-ലാണ്. ആ. ശ്രീധരന്റെ ഇടം എന്ന് പറയുന്ന പെരുമ്പാവൂർക്കാരൻ എടുത്ത പടമാണ് ഗായത്രി. ആ. അവിടെ വെച്ച് അത് ശുചീന്ദ്രത്തിൽ വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത്. അന്നാണ് ഞാൻ പുള്ളിയായിട്ട് ആദ്യമായിട്ട് പരിചയപ്പെട്ടത്. ഈ കണ്ട് പരിചയപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഭയങ്കരമായ ഒരു അടുപ്പമായി. അതാണ് സോമന്റെ വ്യത്യാസം. ഒരുപാട് സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കുശുമ്പ് വരുന്ന തരത്തിലുള്ള സ്നേഹബന്ധം പുലർത്തിയിരുന്നൊരു വ്യക്തിയാണെങ്കിൽ ഒരു പ്രാവശ്യം സോമനുമായിട്ട് സംസാരിച്ചാൽ അയാൾ ഒരു കാരണവശാലും സോമനെ മറക്കുക, സോമനടുത്തത് പോവുകയില്ല. നിങ്ങൾ രണ്ടുപേർക്കും ഒരു ഡിഫൻസ് ബന്ധമുണ്ടല്ലോ. ജനാർദ്ദനൻ ഡിഫൻസ് ഉണ്ടായിരുന്നില്ലേ? സോമൻ 9 കൊല്ലത്തോളം ഉണ്ടായിരുന്നു. ഞാനവിടെ പോയി 2 കൊല്ലം കഴിഞ്ഞ പാടി ഉണ്ടാക്കി തിരിച്ചു പോന്നു. നമുക്ക് എല്ലാവരുമായിട്ടും അങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കണം. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളില്ല. പക്ഷേ ഈ സോമന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബം പോലെയാണ് കഴിച്ചത്. അവൻ്റെ വീട്ടിൽ ഞാൻ പോകുന്നത്, എൻ്റെ വീട്ടിൽ അത് എന്താണെന്ന് അറിയില്ല, ഒരു നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ആത്മബന്ധം ഉണ്ടാവും. അതാണ് ഞങ്ങൾ തമ്മിലുള്ളത്. വലിയ ഇഷ്ടമായിരുന്നു. അത് പറഞ്ഞാൽ അത് ഒരു കണക്കില്ലാത്ത രീതിയിലുള്ള ഇഷ്ടമായിരുന്നു. ഇപ്പൊ രഞ്ജേട്ടൻ പറഞ്ഞിരുന്നു ഈ സ്നേഹം ഉണ്ടായാലും ഇടയ്ക്കിടയ്ക്ക് ചില കുഞ്ഞു പിണക്കങ്ങൾ ഉണ്ടാക്കി മാറിയിക്കുക, തിരിച്ചു വരിക, പ്രതിഷേധങ്ങൾ അപ്പൊ അറിയിക്കുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ നിങ്ങൾ ഓർമ്മ? ഞാനുമായിട്ട് അങ്ങനെ പിണങ്ങിയിട്ടൊന്നുമില്ല. ഞാൻ ചീത്ത പറയും, അങ്ങോട്ട് ചീത്ത പറയോ? അതുകൊണ്ട് തമ്മിലുള്ള ആ പരിപാടികളൊക്കെ ഞങ്ങൾ വളരെ അത്ര അടുപ്പമായിരുന്നു. എന്നെ വിളിച്ചോണ്ടിരുന്നത് ജനു തന്നെ വിളിക്കും, ഞാൻ സോമു എന്നാണ് വിളിക്കുന്നത്. സോമു? ആ, എടാ സോമു, എടാ ജനു, അങ്ങനത്തെ ശകലം കൊണ്ട് പുള്ളിക്ക് എന്നാലും ശകലം പുസ്തു അല്ല. എന്നാലും ഒരു വളരെ അടുത്ത സുഹൃത്തുക്കളെ പോലെ ഒരേ പ്രായക്കാരെ പോലെയാണ് ഞങ്ങളുടെ പെരുമാറിയിരുന്നത്. അല്ല, പ്രായം ഇപ്പം രഞ്ജേട്ടനുമായിട്ട് സൗഹൃദം എന്ന് പറഞ്ഞു, അതിന്റെ ഈ സൗഹൃദങ്ങൾക്ക് ഒരു പ്രായത്തിന്റെ മാനദണ്ഡം ഇല്ലാത്ത കൂട്ടായിരുന്നല്ലേ അദ്ദേഹത്തിന് ആ സമയത്തുണ്ടായിരുന്നത്? പ്രായം മാത്രമല്ല, ഈ പറഞ്ഞ ഈ ഉച്ചനീചത്വങ്ങളൊന്നുമില്ലാത്ത തരം സ്നേഹമായിരുന്നു. എല്ലാവരിലേക്കും ഒരുപോലെ സമൃദ്ധമായിട്ട് പ്രവഹിക്കുന്ന സ്നേഹം എന്ന് പറയില്ല, അതായിരുന്നു സോമേട്ടൻ. നമുക്ക് സോമേട്ടന്റെ ഓർമ്മകളെ കുറിച്ച് നമ്മോട് പറയാൻ, നിങ്ങളുടെയൊക്കെ അത്യാവശ്യം സമകാലീനായിട്ടുള്ള നിരവധി സിനിമകളിൽ അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള ഒരുപക്ഷെ പലതരത്തിൽപ്പെട്ട കഥാപാത്രങ്ങൾ, നമ്മൾ പറഞ്ഞ പോലെ പ്രതിനായകനായും നായകനായും നായകന്റെ കൂട്ടുകാരനായും ഒക്കെ ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുള്ള ഒരു നടനാണ്. നമുക്ക് ദേവൻ ചേട്ടൻ അദ്ദേഹത്തെ കുറിച്ച് എന്താണ് പറയുന്നതെന്നൊന്ന് കേൾക്കാം. സോമേട്ടനെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത്, ഞങ്ങൾ തമ്മിൽ ഒരു സിനിമ, ഫാസിൽ സാറിൻ്റെ ഒരു ഫിലിം ഊട്ടിയിലാണ് നടന്നത്, മണിമത്തൂരിലെ 1000 ശിവരാത്രികൾ. അതിൽ എൻ്റെ അച്ഛനായിട്ടാണ് സോമേട്ടൻ അഭിനയിക്കുന്നത്. ഞാനും സുഹാസിനിയുമാണ് അതിലത്തെ മക്കളായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ വലിയൊരു ഇമോഷണൽ ലിങ്ക് ഉണ്ടായിരുന്നു. ഈ അച്ഛനും മക്കളുമായിട്ടുള്ള വളരെ ഇമോഷണലായിട്ടുള്ള സ്റ്റോറിയാണത്. അപ്പോഴൊക്കെ ഞാൻ പിന്നെ സോമേട്ടനെ ഓർക്കുന്നത് ഭയങ്കരമായ ഒരു അഹങ്കാരിയായ സോമേട്ടനാണ് ഒരു നടൻ നൽകി. പക്ഷെ ആ അഹങ്കാരത്തെ നമ്മൾ അംഗീകരിക്കും. കാരണം അത് ഈ സിനിമയിൽ വന്നതിന് ശേഷമുണ്ടായ അഹങ്കാരമല്ല, അത് സിനിമയ്ക്ക് മുമ്പുള്ള
അത് ജന്മനാല് തന്നെയുള്ള ഒരു പ്രമാണിത്വത്തിൻ്റെ ഒരു അഹങ്കാരം ഉണ്ട്. അത് നമ്മളെപ്പോഴും ആ അഹങ്കാരത്തെ ഞാൻ അംഗീകരിച്ചിട്ടുണ്ട്, ഞാൻ ആരാധിച്ചിട്ടുണ്ട്, സ്നേഹിച്ചിട്ടുണ്ട്. ചിലർക്ക് അഹങ്കാരം ഒരു അലങ്കാരമാണ്. ചില ആളുകളെ സംബന്ധിച്ച് നമ്മൾ അഹങ്കാരം എന്നുള്ള വാക്കിനെ ഒരു നെഗറ്റീവായിട്ട് എടുക്കാതെ നോക്കിക്കഴിഞ്ഞാൽ ചില ആളുകളുടെ ഒരു സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന, അതെ, അഹങ്കാരം എന്നുള്ള വാക്കിനേക്കാളും സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്നത് അവർ ഉണ്ടാക്കുന്ന ബൗണ്ടറീസ് അവരുടെ കാര്യങ്ങളിലെല്ലാം ഉണ്ട്. അങ്ങനെയുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് ദേവൻചേട്ടൻ പറഞ്ഞത്. ഈ ചില വൺ ലൈനേഴ്സ്, ഞാൻ തിരിച്ചു വന്നാൽ ഇപ്പം സംഭാഷണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഒരു പക്ഷേ ഏറ്റവും മാസായൊരു ഡയലോഗ് മലയാള സിനിമയിൽ ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ ഒരു 4 വരിയെങ്കിലും ഒരു ഡയലോഗ് പറയണമല്ലോ. ഒരു വാക്കിൽ ഒരു വലിയ മാസ് ഡയലോഗ് പറഞ്ഞിട്ടുള്ള ആള് സോമേട്ടനാണ്. അതായത് ഒരിടത്ത് വന്നിറങ്ങുമ്പോ ഈ നാടത്ര ശരിയല്ല, ഞാനും ഒറ്റ അതെ, ഞാനെന്ന് പറയുന്ന ഒരു ഡയലോഗില് അദ്ദേഹത്തിന്റെ ഒരു അഭിനയത്തിനെ പറ്റി രഞ്ജേട്ടന്റെ വിലയിരുത്തൽ എങ്ങനെയാണ്? കാരണം ഒരുപാട് പൂച്ചക്കൊരു മൂക്കുത്തി, അക്കരെ അക്കരെ പോലുള്ള സിനിമകളിലെ കോമഡി കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എത്രയോ സിനിമകൾ മനോഹരമായ പാട്ടുകളാക്കിയിട്ടുള്ള പ്രണയമായിട്ടുള്ള നായകനായിട്ട് ചെയ്തിട്ടുണ്ട്. കൽപ്പാന്ത കാലത്തളം പോലെയുള്ള പാട്ട് സീനുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം അഭിനേതാവ് എന്നുള്ള നിലയിൽ തുടക്കത്തിൽ തന്നെ വലിയ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുകയും സ്ഥാപിച്ചെടുക്കുകയും ചെയ്ത ആളാണ്. ഒരുപാട് സിനിമകളൊന്നും വേണ്ടി വന്നില്ല. എം ജി സോമൻ എന്ന നടനെ മലയാളം അത്ഭുതാതരങ്ങളോട് നോക്കിക്കാണാൻ ഒരുപാട് കാലം വേണ്ടി വന്നില്ല. അദ്ദേഹത്തിൻ്റെ തുടക്കം മുതൽ അദ്ദേഹത്തിനെ ആ നിലയ്ക്ക് തന്നെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ സോമേട്ടൻ അങ്ങനെ അഭിനയത്തെ അതീവ ഗൗരവത്തോടു കൂടി കാണുന്ന ഒരു നടനായിരുന്നില്ല. അഭിനയിക്കുക, അദ്ദേഹം ഇങ്ങനെ ഒരു ഉത്സവം പോലെ അല്ലെങ്കിൽ ഒരു ആഘോഷം പോലെ സെറ്റുകളിൽ നിന്ന് സെറ്റുകളിലേക്കും സ്നേഹങ്ങളിൽ നിന്ന് സ്നേഹങ്ങളിലേക്കും സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു എന്നല്ലാതെ ഇടയ്ക്ക് എവിടെയെങ്കിലും എന്നിലെ നടനെ ഞാൻ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കണം എന്ന് ഒരുപക്ഷെ സാധാരണഗതിയിൽ മറ്റ് അദ്ദേഹത്തിൻ്റെ സമകാലികരായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പിന്നീടോ വന്ന ആളുകൾ കണ്ടതുപോലെ അത്ര ഗൗരവത്തോടെ അദ്ദേഹം അതിനെ സമീപിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അഭിനയിക്കുക എന്നുള്ളതിലപ്പുറം എനിക്ക് അത് അഭിനയത്തിൻ്റെ ഉദാത്ത ശൃംഗങ്ങൾ വെട്ടിപ്പിടിക്കണം എന്നൊന്നും പറയുന്ന ഒരു കണക്കുകൂട്ടലൊന്നും സോമേട്ടനില്ല. അങ്ങനെ കണക്കുകൂട്ടി എന്തെങ്കിലും ചെയ്തൊരാളുമായിരുന്നില്ല അദ്ദേഹം. സോമന നാടകമായിരുന്നു ഏറ്റവും ഇഷ്ടം. ആ നാടകത്തിൽ കൂടെ ആളുടെ വന്ന കാരണം അതെ വിക്രമൻ നായരുടെ ഒരു വിക്രമൻ നായർ ട്രോഫി നാടക മത്സരം, വിക്രമൻ നായർ ട്രോഫി, അതെ, തിരുവനന്തപുരത്ത് ഒരു ഹാളിൽ BJT ഹാളിൽ വെച്ചിട്ട് നടന്ന ആ പെർഫോമൻസ് കണ്ടിട്ടാണ് ഈ മഹാദേവനെ തപ്പി നടക്കണം. മലയാറ്റൂരിന്റെ വൈഫാണ്. അതെ, പേടി ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതെ, അപ്പൊ പുള്ളിക്കാരത്തെ അവരുടെ എന്തിനാ ഓടി കിടക്കുന്നത്? ആ മനോഹരമായി ചെയ്തു വെച്ചൊരു പാർട്ടിയിലെത്തുക. അങ്ങനെയാണ് സോമേട്ടനെ തപ്പിപ്പോകുന്നത്. ഗായത്രി എന്ന് പറയുന്ന ഒറ്റ സിനിമ കൊണ്ട് തന്നെ അദ്ദേഹം നാടകത്തിൽ നിന്ന് ശ്രദ്ധിക്കപ്പെട്ടിട്ട് സിനിമയിലേക്ക് വന്നതാണ്. ആ ഒറ്റ സിനിമയിൽ തന്നെ അദ്ദേഹം ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് ഒരു സ്പേസ് തീരുമാനിച്ചു. പിന്നീട് തണൽ രാജീവ് നാഥ് സംവിധാനം ചെയ്ത സിനിമ, അതുപോലെ പല്ലവി, ഈ 2 സിനിമകൾ കാണുന്നു തോന്നുന്നു ആദ്യമായിട്ട് അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ എൻട്രി തന്നെ ഭയങ്കര ഒരു ബാങ് ആയിരുന്നു. പക്ഷെ അവിടുന്ന് എനിക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് അവാർഡുകൾ നേടുന്ന അല്ലെങ്കിൽ അഭിനയത്തിൻ്റെ എല്ലാ സാധ്യതകളും അന്വേഷിക്കുന്ന ഒരു നടൻ എന്ന നിലയിലേക്കൊന്നും സ്വയം അദ്ദേഹം കണക്ക് കൂട്ടിയിരുന്നതേയില്ല. ഈ ഗായത്രിയെ പറ്റി പറഞ്ഞുകൊണ്ട് പറയണം, ഒരുപക്ഷെ ഒരു നടനെ സംബന്ധിച്ചെടുത്ത് അദ്ദേഹത്തെ പറ്റി പറഞ്ഞ ഡയലോഗും പിന്നീടൊരു പഴഞ്ചൊല്ല് പോലെ മലയാളികൾ ഉപയോഗിച്ചാണ്. ഈ ഗായത്രിയിൽ വരുമ്പോൾ സോമേട്ടനും പുതുമുഖമായിരുന്നല്ലോ എന്ന് ശ്രീനിയേട്ടൻ പറഞ്ഞ ഡയലോഗ് പിന്നീട് നാടോടിക്കാറ്റ് എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം പറഞ്ഞ ഡയലോഗാണ്. പക്ഷെ പിന്നീട് അതൊരു പഴഞ്ചൊല്ല് പറയുന്ന പോലെ നമ്മൾ പല സന്ദർഭങ്ങളിലും ഒരു ഫ്രേസ് ആയിട്ട് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞു, പ്രിയൻ സാറിനെയൊക്കെ ഒരുപാട് സിനിമകളിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള നല്ല നർമ്മമുള്ള കഥാപാത്രങ്ങളുണ്ട്. ഇപ്പം നർമ്മത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയാണ്, അദ്ദേഹത്തിന്റെ ഒരു നർമ്മബോധം എങ്ങനെയായിരുന്നു ജനാർദ്ദൻ ചേട്ടാ? തമാശ പരിപാടികളൊക്കെ, തമാശ എന്ന് പറഞ്ഞാൽ അത് സിനിമയ്ക്കകത്ത് മാത്രമല്ല, ഈ സോമന്റെ കൂടെ ഇരുന്ന് നമ്മൾ ഭയങ്കരമായിട്ട് ചിരിക്കുമായിരുന്നു. ലൈറ്റ് ഹാർട്ടഡ് ആയിരുന്നു. അതാണ് വളരെ സ്വഭാവത്തിൽ സിമ്പിൾ മാൻ. ഈ അക്കരെ അക്കരെ എന്നൊക്കെ പറയുന്ന സിനിമയില് ഒരു ഹോട്ടലിന്റെ, അമേരിക്കയിൽ ഒരു ഹോട്ടലിന്റെ റിസപ്ഷനിൽ ലുങ്കി എടുത്തു വന്ന് എന്നിട്ട് വിഗൊക്കെ കാണാതെ പോയിട്ട് പറയുന്ന സീനുകൾ, പൂച്ചക്കൊരു മൂക്കുത്തിയിലെ സീനുകൾ, ഞാൻ അതാ പറഞ്ഞത്. അദ്ദേഹം ഇപ്പം അഭിനയത്തെ പറ്റി ഇപ്പോഴാണ് നടന്മാർ ആ ലെവലിലുള്ള ഒരു അഭിനയത്തിന്റെ പല സാധ്യതകളെ കുറിച്ചൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അല്ലേ? ഇമേജ് കോൺഷ്യസ് അല്ലായിരുന്നു എന്ന് തോന്നുന്നല്ലേ? കാരണം അവളുടെ രാവുകൾ, ഇതാ ഇവിടെ വരെ എന്നൊക്കെ പറയുന്ന സിനിമകളിലൊക്കെ ചട്ടക്കാരി,
അല്ലേ? ഇപ്പൊ നമ്മൾ ഏറ്റവും പുതിയ കാല സിനിമകളിൽ കാണുന്ന ഒരു പരിഷ്കാരി അല്ലെങ്കിൽ സിനിമകളിൽ അയ്യോ ഇത് ഞാൻ ചെയ്താൽ എന്താവും എന്നൊക്കെയുള്ള ചിന്തകളൊന്നും പല കഥാപാത്രത്തിനും അദ്ദേഹത്തിന് ഇല്ലാത്ത പോലെ തോന്നിയിട്ടുണ്ട്. ഇമേജ് കോൺഷ്യസ് അല്ലായിരുന്നു. ഒട്ടുമല്ല. ആ സമയത്ത് ഇപ്പൊ ഒരു 2 ദിവസം ഷൂട്ടിംഗ് ഇല്ല, നിങ്ങളൊരു ഊട്ടിയിലോ കൊടൈക്കനാലോ ഒക്കെ ലൊക്കേഷനിലെത്തി, അവിടുത്തെ കാലാവസ്ഥ കൊണ്ടോ സാങ്കേതികമായ ഒരു കാരണം കൊണ്ടോ ഒക്കെ ഒരു 2 ദിവസം ഷൂട്ടിംഗ് ഇല്ലെങ്കിൽ അന്ന് ഒരു 70s 75 80 സമയത്തൊക്കെ എന്തായിരിക്കും നിങ്ങളുടെ പരിപാടി? പറയാ കൊള്ളില്ല. സതിരുകളാണ്. സതിര് തുടങ്ങി അടിച്ച് പൊളിക്കാന്നൊക്കെ പറയുന്നത്. അടിച്ച് പൊളിക്കാൽ ഭയങ്കര ഒരു ഉത്സവമായിരിക്കും. അത് ഞാനൊരു മനസ്സിൽ ഇങ്ങനെ ഒരു വിഷയം കാണുന്നുണ്ട്. 70s എവിടെ ജനാർദ്ദൻ ചേട്ടൻ സോമേട്ടനൊക്കെ ഊട്ടി പ്രദേശങ്ങളിലൊക്കെ അടിപൊളി എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ. അതല്ലേ നമ്മൾ അവിടെ നിന്നൊക്കെ പോവും, റൂമൊക്കെ വിട്ട് പോയി വേറെ ഒരിടത്തായിരിക്കും. അങ്ങനെ കറക്കത്തിരിച്ച് കാരണം പറയാൻ മടിക്കുന്നൊരു കാര്യം, ഇപ്പൊ പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ജനാർദ്ദൻ ചേട്ടനെ കൂടെ പറഞ്ഞത്, ഞാൻ ഈ ഇടയ്ക്ക് ഇങ്ങനെ ഇന്റർനെറ്റിൽ വളരെ ജനകീയമായൊരു വീഡിയോ അത് ജനാർദ്ദൻ ചേട്ടനെ കുറിച്ച്. അപ്പൊ ജനാർദ്ദൻ ചേട്ടനോട് ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചു എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം? എനിക്ക് പറഞ്ഞാൽ എനിക്ക് അധികം ടെൻഷൻ ഒന്നും അടിക്കാറൊന്നും വയ്യ, ഒരു സ്മോൾ അടിച്ച് അടിക്കുമ്പോ അഭിനയിച്ചോണ്ടിരിക്കുമ്പോ മരിക്കും എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട്. അതല്ല അഭിനയമല്ല, അടിച്ചോണ്ടിരിക്കുമ്പോ മരിക്കണം. അതാണ് എനിക്ക് വേറെ ഒന്നും ടെൻഷൻ ഒന്നുമില്ല. അത് ഒരെണ്ണം അടിച്ചു, അത് അടിച്ചോണ്ടിരിക്കുമ്പോ ടക്ക് എന്ന് പറഞ്ഞ് പോവാ, അല്ലാതെ വേറെ കാര്യങ്ങളിലേക്കൊന്നുമില്ല അല്ലേ? ജനാർദ്ദൻ ചേട്ടന് ആ സമയത്ത് അല്ല നിങ്ങളുടെ അടിച്ചുപൊളി എന്ന് പറഞ്ഞാൽ അത് പറയാനും പറ്റുന്ന കാര്യങ്ങളും അല്ല, വൃത്തികെട്ട സംഭവങ്ങളൊന്നുമല്ല ഉദ്ദേശിച്ചത് തന്നെയാണ്. നല്ല കോസ്റ്റ്ലി മദ്യം വാങ്ങിക്കുക, സന്തോഷത്തോടുകൂടി ഇത് കഴിക്കുക. ഒരുപാട് പേര് കൂട്ടുകാരെ വിളിച്ച് അങ്ങനത്തെ ഞാൻ പറഞ്ഞ ഉത്സവമാകും. പക്ഷേ ഇതുവരെ അതൊരു ദുർനടപ്പിലേക്ക് പോയിട്ടില്ല യാതൊരു കാരണവശാലും. അല്ല അത് ഞാൻ അതുകൊണ്ടാണല്ലോ ഞാൻ എടുത്ത അവധി സമയങ്ങളിൽ ഒഴിവു സമയങ്ങളിൽ നിന്ന് ചോദിച്ചത്. അപ്പൊ രഞ്ജേട്ട, ജനാർദ്ദൻ ചേട്ട, സോമേട്ടനുമായിട്ട് ആത്മബന്ധമുള്ള ഒരാളെ കൂടെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒരു 3 പതിറ്റാണ്ടിലധികമായി മലയാള സിനിമയിൽ ഒരുപാട് കഥാപാത്രങ്ങൾ പ്രതിനായകനായും ക്യാരക്ടർ റോളുകൾ ചെയ്തുമെല്ലാം നമ്മളോടൊപ്പം നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച ഒരു നടൻ ഹൃദയപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സാദിഖ്. സാദിഖ, നമസ്കാരം, സ്വാഗതം, ഇരിക്കൂ. താങ്ക് യു. സാദിഖയുടെ ഒരു ചോദ്യം, ഞാനിപ്പോ 3 പതിറ്റാണ്ടിലധികമായി എന്നാണ് ആമുഖത്തിൽ പറഞ്ഞത്, അതിൽ കൂടുതലായി എന്നാണ് എന്റെ വിശ്വാസം. 3 പതിറ്റാണ്ട് കഴിഞ്ഞു. 1.5 പതിറ്റാണ്ട്. ഈ ഇടയ്ക്ക് തൃശ്ശൂർ ഒരു വലിയ സ്വീകരണോ എത്രയോ വാർഷികാഘോഷം ഉണ്ടായിരുന്നല്ലോ. 25 വർഷത്തിന്റെ ആഘോഷമായിരുന്നു. അതുകൊണ്ടാണ് ചോദിച്ചത് അല്ലേ? 25 വർഷങ്ങൾ സിനിമയിൽ എത്രയോ കഥാപാത്രങ്ങൾ. സോമേട്ടനുമായിട്ട് ഒരുപാട് സിനിമകൾ അഭിനയിച്ചു. ഏറ്റവും പെട്ടെന്ന് ഓർമ്മ ചന്ദ്രലേഖ ഉൾപ്പെടെയുള്ള കോമഡി സിനിമകളിലുണ്ട്, ലേലം പോലുള്ള, വർണ്ണപ്പകിട്ട് പോലുള്ള ഒരുപാട് സിനിമകളിലുണ്ട്, രജപുത്രൻ, അങ്ങനെ കുറെ സിനിമകളുണ്ട്. പെട്ടെന്ന് ഓർമ്മ വരുന്ന കാര്യം ഞാൻ സത്യത്തിൽ സോമേട്ടന് നേരത്തെ ഒരു പടത്തിൽ വർക്ക് ചെയ്തതിന്റെ പക്ഷെ ഒരുമിച്ച് സീനുണ്ടായിരുന്നില്ല, പക്ഷെ പടം റിലീസായില്ല. സോമേട്ടനെ ശരിക്കും അടുത്ത് പരിചയപ്പെടുന്നതും കാണുന്നതും ജെ.സി. സാർ ഡയറക്ട് ചെയ്ത മോഹപക്ഷികൾ എന്ന സീരിയലാണ്. വളരെ ജനകീയമായിട്ടുള്ള പരമ്പര. അപ്പൊ എനിക്ക് ജെ.സി. സാറ് ഡയറക്ട് ചെയ്യുന്ന ഒരു സീരിയലുണ്ട്, അപ്പൊ അതിൽ അഭിനയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സ്വാഭാവികമായിട്ടും ഓക്കെ എന്ന് പറഞ്ഞു. ലൊക്കേഷൻ 93-94 ആ സമയങ്ങളിൽ. അപ്പം ആ സീരിയലിൽ അഭിനയിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ അച്ഛൻ, അതായത് സോമേട്ടൻ്റെ മകനായിട്ട് ഞാൻ അഭിനയിക്കുന്നത്. എൻ്റെ ഭാര്യ ശാന്തികൃഷ്ണനാണ്, സുഹൃത്ത് സായികുമാറാണ്. വൻ പുലികളുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോഴാണ് എനിക്കറിയുന്നത്, എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ സോമേട്ടനായുള്ള സീക്വൻസ് ആയിട്ടില്ല. അപ്പോൾ എൻ്റെ സിസ്റ്ററുടെ മാരേജ് കഴിഞ്ഞ് ഞാൻ അന്നത്തെ ദിവസം അവിടെ തൃശ്ശൂർ അവിടെ കുറച്ച് ലേറ്റായി എല്ലാ ഫംഗ്ഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി. രാവിലെ സോമേട്ടനായുള്ള സീൻ വെച്ചിരിക്കുകയാണ്. എനിക്ക് ടൈമിനെത്താൻ പറ്റിയില്ല. ഫസ്റ്റ് ദിവസം തന്നെ സോമേട്ടനായുള്ള സീൻ എടുക്കാൻ പറ്റണ്ടേ. അപ്പം ഞാൻ കാണാം. അപ്പം എന്നെ വിളിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പിന്നെ വെപ്രാളപ്പെട്ട് അവിടുന്ന് നേരെ വണ്ടി എടുത്ത് നേരെ ലൊക്കേഷൻ എത്തിയപ്പം ജയസാർ പറഞ്ഞു സോമു ഭയങ്കര ചൂടിലാണ്, എന്നെ കാണാണ്ടായപ്പോൾ പുള്ളി ഇറങ്ങിപ്പോയി, എന്താണെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനാകെ ടെൻഷൻ അടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. അപ്പോഴത്തേനും വന്നാൽ ഒരു കാര്യം സാധിക്കും മേക്കപ്പ് ചെയ്തോ, പുള്ളി വരും എന്നൊക്കെ പറഞ്ഞ് കുറേ കഴിഞ്ഞപ്പം ഞാൻ മേക്കപ്പ് ചെയ്യുന്നതിന് സൈഡിലൂടെ പുള്ളി പാസ് ചെയ്യുന്നു. പുള്ളി പറയും ചിലവന്മാർക്കൊരു ധാരണയുണ്ട്,
ഈ ഞങ്ങളൊക്കെ പോലുള്ള ആൾക്കാർ വെയിറ്റ് ചെയ്യട്ടേന്ന് അറിയാത്ത കാര്യം. അപ്പൊ ഞാൻ ചെന്ന് കുറേ സോറി പറഞ്ഞപ്പോ എന്നൊക്കെ പറഞ്ഞ് കുറെ മൂളി വേറെ ഒന്നും പറഞ്ഞൊന്നുമില്ല. പുള്ളി ഭയങ്കര ചൂടില് സീൻ കൊണ്ടു തന്നപ്പോഴാണ് ഞാൻ ഒന്നും കൂടെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. കാരണം ഫുൾ പെർഫോം ചെയ്യേണ്ടതും അതുപോലെ ഇമോഷൻ സീനും സോമേട്ടനെ കെട്ടിപ്പിടിച്ച് ഒരു കൺഫസിങ് നടത്തുന്ന സംഭവമാണ് സോമേട്ടനായിട്ട്. ഞാനത് എൻ്റെ അമ്മോ ഞാൻ ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് സംഭവം ചെയ്തു. സീൻ ഗംഭീരമായി, ജയസാർ നന്നായി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സ്വാമിയുടെ കൊള്ളാടാ എന്ന് പറഞ്ഞിട്ട് പുള്ളി പോവുകയും ചെയ്തു. അന്ന് ആ സീൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ സോമേട്ടനായിട്ട് ഭയങ്കര ബന്ധമാണ്. എവിടെ ഒരു ലൊക്കേഷൻ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ വന്നില്ല എന്നോട് വരാൻ പറ. പിന്നെ സോമേട്ടൻ്റെ കൂടെ നമ്മളിങ്ങനെ നിൽക്കണം. ഒന്നിനല്ല, പുള്ളിക്ക് അങ്ങനെ ഒരു ഇഷ്ടമാണത്. ഇപ്പൊ നമ്മള് ചന്ദ്രലേഖ ഷൂട്ടിംഗ് ചെയ്യുന്ന സമയത്ത് മദ്രാസിൽ പുള്ളി സെക്കൻഡ് ഫ്ലോറിലോ തേർഡ് ഫ്ലോറിലോ ആയിരിക്കും. ഞാൻ 8th or 9th വിളിക്കും, ഇന്റർകോമിൽ വിളിക്കും. എടാ വന്നേ, ഞാൻ എന്ത് സോമേട്ടാ നീ വാ എന്ന് പറയും. ചെന്ന് ഞാൻ റൂമിൽ ചെന്ന് ആ ഡ്രോ തുറന്ന് കുപ്പി നിർത്തി ആ ഗ്ലാസ് നിർത്തി വെച്ച് ഇതിനെ വിളിപ്പിച്ചത്. ഇവിടെ എടുക്കാൻ വേണ്ടി 9ാം നില നാളെ വിളിച്ചു നീ അവിടെ ഇരി എന്ന് പറഞ്ഞ് പുള്ളിക്ക് എന്താ വെച്ചാൽ എപ്പോഴും ആരെങ്കിലും വേണം. അത് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാർ വേണമെന്നുള്ള വളരെ നിർബന്ധം. അതുപോലെ അത്രയും ആത്മബന്ധമായിരുന്നു. രാത്രിയില് മദ്രാസില് ഷൂട്ടിനോ ഡബിനോ ഒക്കെ വന്നു കഴിഞ്ഞാല് നമ്മളവിടെ ഉണ്ടെങ്കിൽ രാത്രിയാകുമ്പോൾ വിളിക്കും. അന്ന് സോമേട്ടൻ ഒന്നിൽ രഞ്ജിത്തിൽ അല്ലെങ്കിൽ താജ് കോണിമിറയിലാണ് ഒരു സ്ഥിരം, അല്ലെങ്കിൽ വുഡ്ലാൻഡ്സിലാണ് കുഴപ്പമില്ല. എല്ലാ മുറികളിലും ആരെങ്കിലും, അതൊരു സ്റ്റുഡിയോ പോലെയാണ്. മലയാള സിനിമയിലെ ആരെങ്കിലും ഒരു സമ്മേളനം കൂടാനുള്ള ആളുകൾ എപ്പോഴും ആ ഹോട്ടലിൽ അവിടെയും പാം ഗ്രൂവിൽ ഉണ്ടാവും. രഞ്ജിത്തിൽ അങ്ങനെ അധികമില്ല. കൊണ്ണിമേറയിലാണ് കിടക്കുന്നതെങ്കിൽ തന്നെത്താൻ കിടക്കാൻ പേടിയാ. രാത്രിയാകുമ്പോൾ വിളിക്കടാ വണ്ടി വല്ലതും ഉണ്ടോ? ഇല്ല, എന്നാ നീ ഒരു ഓട്ടോ പിടിച്ചു വാ. നമ്മളവിടെ പോയി രാത്രി കിടക്കണം, രാവിലെ എഴുന്നേറ്റ് പോകണം. രാത്രിയിൽ ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റത്തില്ല. സോമേട്ടനല്ലേ ഒന്നുകിൽ എന്നെ വിളിക്കും, അല്ലെങ്കിൽ ജയരാജിനെ വിളിക്കും, അല്ലെങ്കിൽ രഞ്ജിത്തിനെ വിളിക്കും, ആരെങ്കിലും വിളിക്കും. ഞങ്ങളുടെ ആ ജനറേഷനിലുള്ള ആരെങ്കിലും ഒരാളെ ഒരു തുണ വേണം രാത്രിയിൽ. അല്ല, ഞാൻ എന്നോട് ഈ മുകേഷ് ചേട്ടൻ പറഞ്ഞ് കേട്ട ഉറപ്പല്ല, അദ്ദേഹം ഈ അന്നത്തെ ട്രെയിൻ യാത്ര ഉണ്ടല്ലോ ജനാചേട്ടൻ, നിങ്ങളെല്ലാവരും ഈ മദ്രാസിന് പോക്കും വരവെന്ന് പറയുന്നത് ഈ ആ ട്രെയിനിന്റെ ഒരു വലിയ, അത് ഭയങ്കര യാത്ര കേട്ടോ അത്. അപ്പൊ സോമേട്ടന് അന്ന് ഈ ട്രെയിനിൽ അദ്ദേഹത്തിന് കാല് വെക്കാനും നീർന്നിരിക്കാനും കാര്യത്തിനൊക്കെ ഉള്ള ഒരു ഫർണിച്ചർ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ട്രെയിൻ സ്റ്റേഷനിൽ നിർത്തുന്ന സമയത്ത് ഒരു മരം പണിയുന്ന ആളെ ആശാരിയെ കൊണ്ടുവന്നിട്ട് ട്രെയിനിന്റെ സീറ്റിന്റെ അളവും കാര്യങ്ങളും അതും ഇതൊക്കെ കൃത്യമായിട്ട് എടുപ്പിച്ചിട്ട് വിജാവിരിയൊക്കെ വെച്ചിട്ട് ഇത് ട്രെയിനിൽ കയറ്റി വെച്ചാൽ ആ ട്രെയിനിന്റെ കറക്റ്റ് സെറ്റപ്പിൽ ഒരു ഫർണിച്ചർ, ഇന്ത്യൻ റെയിൽവേയുടെ ട്രെയിനിന്റെ അളവിന് പുറത്ത് പണിതൊരു ഫർണിച്ചർ ഉണ്ടാക്കി ട്രെയിനിൽ കയറ്റിയിട്ടുള്ള ആളാണ് എന്ന്. അതൊക്കെ എന്തൊരു കഥകളാ. നമുക്ക് ഈ സമയത്ത് ഒന്ന് വീഡിയോ വാള് നിരവധി സിനിമകളിൽ അദ്ദേഹത്തിന് നല്ല വേഷങ്ങൾ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഒരാൾ ചലച്ചിത്ര പ്രവർത്തകനാണ്. നിരവധി നല്ല സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ആളാണ്. ഉള്ളടക്കവും നിർണയവും പോലുള്ള സിനിമകൾ നമുക്ക് എഴുതി തന്നിട്ടുള്ള ഒരാളാണ്. നമുക്ക് സോമേട്ടനെ കുറിച്ച് പ്രിയപ്പെട്ട എഴുത്തുകാരൻ ചെറിയാൻ കൽപ്പകവാടി എന്ത് പറയുന്നു കേൾക്കാം. സോമേട്ടനെ കുറിച്ചുള്ള എൻ്റെ ഒരു ഓർമ്മ എന്ന് പറഞ്ഞാൽ, ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഇവിടെ കൽപ്പകവാടിയിൽ ഇങ്ങനെ അവധിക്ക് വന്നിരിക്കുമ്പം പെട്ടെന്ന് ഒരു കാർ വന്നിരിക്കുന്നു. രാവിലെ ആഹാരം കഴിക്കാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു. എന്നെ പരിചയപ്പെട്ടു. എന്താ നിന്റെ പേരെന്ന് ചോദിച്ചു. ചെറിയാച്ചൻ എന്ന് പറഞ്ഞു. അപ്പം ഇതാ ഇവിടെ വരെയുടെ ഷൂട്ടിങ്ങിന് ഉദയയിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പം മിക്കവാറും തിരുവല്ലയിൽ നിന്നാണ് അദ്ദേഹം ഡെയിലി വന്നു പോകുന്നത്. അപ്പം ഏതാണ്ട് എല്ലാ ദിവസവും രാവിലെ വരാൻ തുടങ്ങി. വന്ന ഉടനെ ചെറിയാച്ചനെ വിളിക്കുക എന്ന് പറയാം. എനിക്ക് വന്നത്തെ ഒരു സൂപ്പർ സ്റ്റാർ നമ്മളിങ്ങനെ കണ്ടോണ്ടിരിക്കുക, സിനിമ ഗായത്രിയെല്ലാം കണ്ട് നമ്മളിങ്ങനെ ത്രില്ലടിച്ചിരിക്കുന്ന സമയമാണ്. അപ്പം തന്നെ എടാന്ന് വിളിയായി, ചെറിയാച്ചെന്ന് വിളിയായി. എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് എന്നോട് ഇത്ര. ഞാൻ ഒരു 10 വയസ്സിന് ഇളയതാണ്, 10-12 വയസ്സിന് ഇളയതാണ്. അപ്പോൾ ഒരു എന്നോട് ചോദിച്ചു, നീ ഇതാ ഇവിടെ ഷൂട്ടിംഗ് നടക്കുന്നത്, എനിക്ക് ഷൂട്ടിംഗ് കാണണമെന്ന് ചോദിച്ചു. കാണണമെന്ന് ഞാൻ ചാടി വണ്ടി കയറുന്നു. അന്ന് രാവിലെ പോയിട്ട് രാത്രി എന്നെ കൊണ്ടാക്കുന്നത്. സ്വന്തം ജ്യേഷ്ഠ സഹോദരനെ പോലെ, ഒരു മൂത്ത ജ്യേഷ്ഠനെ പോലെ ആ തുടങ്ങിയ ബന്ധം പിന്നെ മരിക്കുന്ന വരെയാണ്. ഞാൻ ലാസ്റ്റ് അവസാനം മരിക്കാൻ നേരത്ത് ഞാനും അദ്ദേഹത്തിന്റെ മരുമകനും കൂടാണ് കണ്ണടയ്ക്കുന്നത്, അദ്ദേഹത്തിന് കണ്ണടച്ച് വെക്കുന്നത്. ഈ സത്യൻ നസീർ സർ ആ കാലഘട്ടം കഴിഞ്ഞ് മമ്മൂക്ക ലാലേട്ടൻ കാലഘട്ടത്തിന്റെ ഇടയിലുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ കുറെ ഹീറോസ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് രവികുമാർ,
സുധീർ, ജോസ്, രാഘവൻ, വിൻസെന്റ്, വിൻസെന്റ്, രാഘവൻ. അവിടുത്തെ ആ ബാച്ചിലെ ഒരു സ്റ്റാർ സെറ്റിൽപ്പെട്ട ഈ സോമേട്ടൻ, സുകുമാരൻ സാറ്, ജയൻ സാർ, ഇങ്ങനെ ഒരു സംഘം കോളിളക്കത്തിലൊക്കെ രതീഷ് അതൊന്നും കഴിഞ്ഞിട്ടല്ലേ? രതീഷ് അത് കഴിഞ്ഞിട്ട്. അപ്പൊ ഹീറോ ആണ്. എത്രയോ സിനിമകളില് ഹീറോ ആണ്. ഈ ഹീറോ ഈഗോ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഞാൻ പിന്നെ ഹീറോയേ ആകുള്ളൂ, ഞാൻ അല്ലാത്ത വേഷങ്ങൾ ചെയ്യില്ല എന്ന് പറയുന്ന ഒരുപാട് അഭിനേതാക്കളുണ്ട്. പക്ഷെ സോമേട്ടൻ ഹീറോ ആയിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് അല്ലാത്ത വേഷങ്ങൾ ചെയ്തിട്ടില്ലേ? സഹവേഷങ്ങൾ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. അത് നേരത്തെ രഞ്ജേട്ടൻ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു അതിലൊക്കെ അവർ വളരെ കംഫർട്ടബിൾ ആയിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അകത്തൊക്കെ എന്തെങ്കിലും ഒരു ക്ലാഷ് ഉണ്ടെങ്കിൽ അങ്ങനെ പോകാൻ ബുദ്ധിമുട്ടാണ്. വേറൊരാൾ വരുന്നു, അയാൾ പെട്ടെന്ന് നായകനാവുന്നു. ജയനെ പോലെ ഒരാൾ, ഇപ്പൊ ജയൻ ഇതാ ഇവിടെ വരെയിൽ ആ വള്ളം ഊന്നുന്ന ആളാണ്. പിന്നീട് ജയൻ നായകനാകുമ്പോൾ അതിന്റെ ഒരു പ്രതിനായകനായിട്ട് അഭിനയിക്കാനൊന്നും സോമേട്ടനൊന്നും ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അച്ഛനായിട്ടോ ചേട്ടനായിട്ടോ പ്രതിനായകനായിട്ടോ ഒക്കെ അഭിനയിക്കാൻ ഒരു ബുദ്ധിമുട്ട്. ഈറ്റ എന്നുള്ള സിനിമയില് സോമേട്ടൻ വില്ലനായിട്ടില്ല അഭിനയിച്ചു. വില്ലനാണ്. അല്ല, ഞാൻ കേട്ടൊരു കാര്യമാണ്, എനിക്ക് കൺഫർമേഷൻ ഇല്ല. ഈ അങ്ങാടി എന്ന് പറയുന്ന സിനിമയിൽ ആദ്യം സോമൻ സാറിനെയാണോ പ്ലാൻ ചെയ്തിരുന്നത്? ഞാൻ കേട്ടിട്ടുണ്ട്. ശശിയേട്ടനായിട്ട് എന്തോ ഒരു ചെറിയ റെസ്റ്റിലുണ്ടായി അതിന് മുമ്പ്. സാധാരണ IB ശശി, സോമേട്ടൻ ആ ടീമാണ് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ജയൻ എന്നുള്ള സംഭവം, ജയൻ പുള്ളി അങ്ങനെ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, പുള്ളിയുടെ അസോസിയേറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോ ആ സമയത്ത് സോമേട്ടനും ശശിയേട്ടനും തമ്മിൽ ചെറിയ സൗന്ദര്യം വീണ്ടും പിണക്കാം. അങ്ങനെയാണ് ജയൻ, അതാണ് ഹീറോ ആവുന്ന പുള്ളി, സ്റ്റാർ ആകുന്ന സിനിമ ചിലതാണ് ഞാൻ. ട്രോളി പുള്ളേഴ്സും അത് ഡയലോഗ് എല്ലാം ഉള്ള ഡയലോഗുകളാണ്. പിന്നീട് ഒരു ടെംപ്ലേറ്റ് ആയ രഞ്ജേട്ടൻ്റെ ഒരു ക്യാരക്ടറിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ആ സിനിമയ്ക്ക് ശേഷം വന്ന എല്ലാ പോലീസ് ഹീറോ കഥാപാത്രങ്ങളായ സിനിമകളിലും സിസ്റ്റത്തിനെതിരെ പോരാടുന്ന പോലീസുകാർ എവിടേക്ക് വന്നോ അവർക്കൊരു മെന്റർ, അയാളെ നിയന്ത്രിക്കാനും അയാൾ ഒരാൾ പറഞ്ഞാലേ അനുസരിക്കുള്ളൂ എന്നൊക്കെ പറയുന്നത്, അതൊരു പക്ഷെ ആദ്യം വന്നത് IG ബാലേന്ദ്രൻ, കമ്മീഷണറിലെ IG ബാലേന്ദ്രൻ എന്ന് പറയുന്ന ഒരു റോക്സ് ആണ്. അതിലുണ്ട് റോക്സ് വിട്ട് കളി. അപ്പോ ആ കഥാപാത്രത്തിലേക്ക് സോമേട്ടൻ എത്തിയത് എങ്ങനെയായിരുന്നു? അത് പിന്നെ ഞാൻ തലസ്ഥാനത്തിലുണ്ട്. തലസ്ഥാനത്തിലോടുകൂടി നമ്മള് പിന്നെ സോമേട്ടന്റെ അടിമയായി മാറുകയാണല്ലോ. അപ്പൊ സോമേട്ടൻ ഈ പറഞ്ഞ പോലെയാ, അത് നമ്മള് ഫോമലായിട്ട് സോമേട്ടനോട് വിളിച്ച് ഡേറ്റ് ചോദിക്കുകയോ ഒന്നും, ഇവൻ ജനാർദ്ദനും ഒക്കെ അങ്ങനെ തന്നെയാണ്. നമ്മളങ്ങനെ ചേട്ടാ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ മതി. അല്ലാതെ അതിന്റെ ഒരു ഫോർമാലിറ്റികൾ ഒന്നും തന്നെ അല്ലാതെ വേറെ ആൾക്കാരില്ലല്ലോ. അങ്ങനെ എനിക്ക് ജനാർദ്ദനെ കുറിച്ച് പറയുമ്പോ അത് പറഞ്ഞില്ലെങ്കിൽ, ജനാർദ്ദൻ ഇരിക്കുന്നതുകൊണ്ട് ഞാനത് പറയുന്നു. ഇതൊരു ഇതിൻ്റെ അകത്തൊക്കെ ഒരു കാലവും ഒരു ചരിത്രവും ഒക്കെ ഏതൊക്കെയോ അർത്ഥത്തിൽ ഇൻവോൾവ് ആകുന്നുണ്ട്. പറയാം, തലസ്ഥാനത്തിന്റെ പൂജയ്ക്ക് ദീപം കൊളുത്തുന്നത് ജനാർദ്ദനാണ്. അപ്പൊ അറിയാമല്ലോ, തലസ്ഥാനമാണ് എന്റെയും ഷാജിയുടെയും സുരേഷ് ഗോപിയുടെയും ഒക്കെ ഒരു ആദ്യത്തെ പിന്നീടുണ്ടായ വിജയങ്ങളുടെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് ജനാർദ്ദനാണ്. ആ സിനിമയുടെ വിളക്ക് കൊളുത്തുന്നു. അതിന്റെ ജനാർദ്ദൻ ഇങ്ങനെ തലയിലൊക്കെ കൈവച്ച് ഭയങ്കരമായിട്ട് നമ്മളെ ബ്ലെസ് ചെയ്തു. ഞാൻ പടം ഡയറക്റ്റ് ചെയ്യുമ്പോ എന്നോട് പറഞ്ഞു ജനാർദ്ദനെ വെച്ച് മണിയമ്പുള്ള രാജേട്ടൻ ജനാർദ്ദനെ വെച്ച് ഫസ്റ്റ് ഷോട്ട് എടുക്കണം കേട്ടോ. അത് ആദ്യം 2020 എന്ന് പറയുന്ന സിനിമ 2020 എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഇപ്പൊ ഇട്ട് കണ്ടോ? ആ സിനിമയുടെ ഫസ്റ്റ് ഷോട്ട്, ഫസ്റ്റ് ഡയലോഗ് ജനാർദ്ദൻ ചേട്ടൻ മൈക്കിൽ നിന്നത് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ സിനിമ തുടങ്ങുന്നത് അല്ലേ? ഈ ഓരോ സിനിമകളിലും ഇവരൊക്കെ ഉൾപ്പെടുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എല്ലാ സിനിമകളിലും അത്തരം സ്നേഹബന്ധങ്ങൾ കാസ്റ്റിങ്ങിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് സാധിക്കുന്നൊക്കെ അറിയാം. അപ്പോ സോമേട്ടൻ ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. ഈ ഒരു വേഷം മാത്രമാണ്, ലേലത്തിലെ ഒരു വേഷം മാത്രമാണ് തെറി പറഞ്ഞിട്ട് ചോദിച്ചു വാങ്ങിച്ച വേഷം. ഞാൻ ചോദിക്കാൻ വരും രഞ്ജേട്ടൻ്റെ അടുത്ത്. കാരണം സോമേട്ടൻ ഒരു തവണ രഞ്ജേട്ടനോട് ഞങ്ങൾ പറഞ്ഞു കേട്ടാ, രഞ്ജേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അത് ചോദിച്ചു, എടാ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് നല്ലൊരു വേഷം നീ തരുമോ? അങ്ങനെയാണോ ചോദിച്ചത്? അങ്ങനെയാണോ പറഞ്ഞത്? അത് കിങ്ങില് സോമേട്ടന് 2 സീനാണ് ഉണ്ടായിരുന്നത്. അലക്സാണ്ടർ ഒറ്റ സീൻ കൊണ്ട് തന്നെ അലക്സാണ്ടർ ഒരു സാമ്രാജ്യമായിട്ട് അവിടെ നിൽക്കുകയുണ്ട്. സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നത് എഗെയിൻ സോമേട്ടനും മമ്മൂക്കയുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നു. ആ സീൻ സിനിമയുടെ ലെങ്ത്, സിനിമ എന്താണ്ട് 3.5 മണിക്കൂറോറ്റോ ഉണ്ട് ഫൈനൽ എഡിറ്റ് വന്നപ്പോൾ. പിന്നെ അതിൽ നിന്ന് ആ ഒരു ടെമ്പോയെ
ബാധിക്കാത്ത തരത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലിങ്കുകളെ ബാധിക്കാത്ത തരത്തിൽ നീക്കാവുന്ന ഒരു സീൻ സോമേട്ടൻ്റെ സീനാണ്. സോമേട്ടൻ അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളത്. സോമേട്ടനും മമ്മൂക്കയും തമ്മിലുള്ള ഒരു കൺഫ്രണ്ടേഷനാണത്. അതായത് അലക്സാണ്ടർ എന്ന അതികായൻ എന്നാണല്ലോ അതിൽ പറയുന്നത്. അതെ. ആ അതികായന്റെ മുന്നിൽ തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സ് ചെറുതായി വിനീതനായി മുളയ്ക്കാത്തവന്റെ വിപ്ലവ വിഭ്രാന്തികൾക്ക് നിരുപാധികം മാപ്പ്. നമുക്ക് ഒരു 5 മിനിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഗണേശ് ഏട്ടൻ ദ റെസ്റ്റ് ഐ തിങ്ക് ഐ നോ എന്ന് പറഞ്ഞ് ബാക്കിയും പറയുന്നുണ്ട്. അതെ, മ്യൂട്ടിനസ് ഹെലൂസിനേഷൻസ് ഓഫ് അഡോളസെന്റ് അബ്സോൾട്ട് പറയുന്ന സാധനം. അപ്പോൾ ഈ അഡോളസെന്റ് ആയിട്ട് വീണ്ടും സോമേട്ടന്റെ മുന്നിൽ മമ്മൂക്ക നിൽക്കുന്ന തരത്തിലുള്ള ഒരു സീനാണ്. അച്ഛനും മകനുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു, നമുക്ക് ബ്യൂട്ടിഫുൾ എന്ന് തോന്നിയ ഒരു സന്ദർഭമാണ്. അത് മുറിച്ചു മാറ്റിക്കളഞ്ഞു. സിനിമയിൽ വരുമ്പോൾ അതില്ല. അപ്പോൾ അതെടുക്കാൻ വേണ്ടി കോഴിക്കോട് വന്ന് പിന്നെ അവിടെ നിന്ന് കണ്ട് ഊട്ടിക്ക് പോയിട്ടായിരുന്നു സോമേട്ടന്. അത് കഴിഞ്ഞപ്പോൾ എന്നെ പച്ച ചീത്ത വിളിച്ചു. എന്ന് പറഞ്ഞു, എടാ മരിക്കുന്നതിന് മുമ്പ് ഒരു നല്ല വേഷം എഴുത്തടാ. അതാണ് ആനക്കാട്ടിലേപ്പിച്ചത്. ഓ, സോമേട്ടൻ അങ്ങനെ വേഷം. പക്ഷേ അത് ഞാനൊരു കാര്യം ആലോചിക്കണം, മരിക്കുന്നതിന് മുമ്പ് നല്ലൊരു വേഷം എന്താന്ന് പറയുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. അത് അതിൽ ആ സിനിമയിൽ കടയാടി രാഘവന്റെ കഥാപാത്രം പറയുന്നുണ്ട്, എൻ എഫ് വർഗീസ് അഭിനയിച്ച 2 മൂക്കിലും പഞ്ഞി വെച്ച് കിടത്തു എന്ന് പറയുന്നു. സോമേട്ടൻ മരിച്ചെടുത്ത് എൻ എഫ് വർഗീസ് നിന്ന് ഇറങ്ങിയപ്പോൾ ആളുകൾ ചീത്ത വിളിച്ചു, നീ അല്ലടാ 2 മൂക്കിലും പഞ്ഞി വെച്ച് കിടത്തു എന്ന് പറഞ്ഞു. എൻ എഫ് തിരിച്ചു വന്നിട്ട് ഭയങ്കര പരിഭ്രാന്തനായിട്ട് എന്നെ വിളിച്ചു, ഞാൻ ഇങ്ങനെ അവിടെ പോയി എന്നെ ആളുകൾ ചീത്തയൊക്കെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് എന്ത് നിമിത്തമാണെന്നറിയില്ല. അത് നമ്മളതിനെ അങ്ങനെ വ്യാഖ്യാനിക്കേണ്ടതുണ്ടോ എന്നും അറിയില്ല. സോമേട്ടൻ ചോദിച്ചത് അങ്ങനെയാണ്. അത് സോമേട്ടൻ ഒരു വേഷം ചോദിച്ചു വാങ്ങിയതല്ല. ഈ പറഞ്ഞ പോലെ സ്നേഹം കൊണ്ടുള്ള അധീശത്വം സ്ഥാപിച്ചതാണ്. ഇതിന്റെ പകരം അടുത്ത സിനിമയിൽ നീ എനിക്ക് വേണ്ടി ഒരു വേഷം എഴുതിയിരിക്കണമെന്നുള്ള താക്കീതായിരുന്നു അത്. ഇപ്പം ചെറിയാൻ കൽപ്പവാടി പറഞ്ഞില്ലേ, പുള്ളി പറഞ്ഞെന്തറിയാം, പരിചയപ്പെട്ടതിന് ശേഷം മരണം വരെ ആ ബന്ധം നിലനിർത്തി എന്നുള്ളതാണ് പറഞ്ഞത്. സോമേട്ടനായിട്ട് പരിചയപ്പെട്ട എല്ലാവരും അതെ പറയുന്നു. ജനാചാരം നേരത്തെ പറഞ്ഞു തുടക്കത്തിൽ മരണം പരിചയപ്പെട്ട മരണം വരെ എന്നുള്ള സംഭവം. അത് ഭയങ്കര ഒരു ഫീൽ തന്നെയാണ് കേട്ടോ. അപ്പം സോമേട്ടൻ ഇവിടെ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ സമയത്ത് ഞാൻ പോയിരുന്നു. സോമേട്ടനായിട്ടുള്ള ഭയങ്കര ബന്ധവും അടുപ്പങ്ങളും കാര്യമൊക്കെ ഉണ്ട്. അന്ന് എൻ്റെ PVS ഹോസ്പിറ്റൽ എന്തായിരുന്നു, KTCയുടെ അവിടെ. യെസ്, അവിടെ റൂമിൽ കയറി ചെന്നു. വന്നോ മറ്റേ സാധാരണ ഭാഷയിൽ കയറി വന്നുടനെ തന്നെ എന്നോട് പറഞ്ഞെന്നറിയാം, എടാ ആ കാലൊന്നും ഞെക്കിക്കേ, അവിടെ വൈഫുണ്ട്, മോളുണ്ട്, എല്ലാവരും ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ പുള്ളിക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ അധികാര സ്നേഹത്തിന്റെ അധികാരം കാണി, ആ കാലം ഞെക്കിക്ക്. ഞാൻ ഒരു കാലം കുറേ നേരം ഞെക്കി കൊടുത്തു. പുള്ളിക്ക് അതൊക്കെ കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ള ആ ഒരു ലൈനാണ് പുള്ളിയുടെ. അതെ, എപ്പോഴും അത് കേട്ടോ. അങ്ങനെ അത് വളരെ അടുത്ത ആൾക്കാർക്ക് അറിയാവുന്ന കാര്യം. എനിക്ക് ഈ സിനിമയിലെ ചില സാധനങ്ങൾ, എനിക്ക് റോഡിൽ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ വഴിയിൽ കൂടെ പോകുമ്പോഴോ ഒരു റോഡ് റോളർ വഴിയിൽ കിടക്കുന്നത് കണ്ടാൽ എനിക്ക് പപ്പുച്ചേട്ടൻ ഓർമ്മ വരും. ചില സാധനങ്ങൾ ചിലരെ പ്രതിനിധീകരിക്കുമല്ലോ. അപ്പോ ഒരുപക്ഷെ ഈ കൃതാവ് ഇറക്കിയ ഒരു മനുഷ്യനെ കണ്ട മലയാളിക്ക് പെട്ടെന്ന് സോമേട്ടന് ഓർമ്മ വരും. ആ കൃതാവ് വെറും കൃതാവല്ല, അതിന്റെ പേരുണ്ട്, വീതുളി കൃതാവ്. വീതുളി കൃതാവ് എന്ന് പറയാൻ. ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ വർഷം സോമന്റെ കൃതാവ് എന്ന് പറയുന്ന ഒരു മലയാള സിനിമ വന്നു. ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കഥയും കഥാപശ്ചാത്തലവും ഒക്കെ ആണെങ്കിലും എന്റെ സുഹൃത്താണ് സിനിമ എഴുതിയതൊക്കെ. പക്ഷേ അത് ഇടുമ്പോഴും നമുക്ക് ഇദ്ദേഹത്തെ ഓർമ്മ വരുന്നുണ്ട്. അതിന് സോമേട്ടന്റെ ഒരു ന്യായീകരണമുണ്ട്. ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്തിനാ ഇത്രയും വലിയ കൃതാവ്, സോമേട്ടനേക്കാൾ വലിയ കൃതാവ് എന്തിനാ? എടാ എന്റെ ഇവിടം കുറച്ച് ഒട്ടിയായിരിക്കുന്നത്, അപ്പോൾ എന്റെ കവിള് കുറച്ച് സൈഡിലേക്കാണ് നിൽക്കുന്നത്. അപ്പൊ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു അനാറ്റമിക്കൽ ബാലൻസ്. അപ്പൊ അത് വെറുതെ വെച്ച ഒരു കൃതാവല്ല. ഈ കവിള് കുറച്ച് ഒരു പരന്ന കവിളാണല്ലോ, വലിയ മുഖമല്ലേ, ഒരു സ്ക്രീൻ നിറച്ചുള്ള മുഖമാണല്ലോ. അപ്പോ അത് ഈ ഭാഗം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഇവിടുന്ന് ഇങ്ങനെ ഇവിടെ കൊണ്ട് ഈ പരപ്പിന് തൊട്ട് മുകളിൽ വരെ അത് നിർത്തും. സോമൻ സാറിന്റെ ഓർമ്മകൾ പറഞ്ഞാലും തീരാത്ത അനുഭവങ്ങൾ, സൗഹൃദങ്ങളുടെ കഥകൾ, സിനിമാ വിശേഷങ്ങൾ, അദ്ദേഹത്തിന്റെ വ്യക്തിബന്ധങ്ങൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്, ഓർക്കേണ്ടതായിട്ടുണ്ട്. ആ ഓർമ്മകളിലൂടെയുള്ള യാത്ര തുടർന്നുകൊണ്ടേയിരിക്കേണ്ടതാണ്. ആ യാത്രയുടെ ഓരോരോ വഴിവക്കുകളിൽ നിന്നും അതിഥികൾ ഈ എപ്പിസോഡിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഓർമ്മയിലെന്നും MG സോമൻ എപ്പിസോഡ് തുടരും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു.